പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് മാസം 23 അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ്. 2 ഗഡുവാണ് ഒരുമിച്ച് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു തുക കൈപ്പറ്റുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒന്നാമതായിട്ട് തന്നെ നമുക്ക് 2 കാര്യങ്ങളെന്ന് പറയുമ്പോൾ, പെൻഷൻ തുക ആദ്യം ലഭിക്കുക നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കില്ല, ഈ പ്രാവശ്യം കൈകളിലേക്കായിരിക്കും. അതിനുശേഷം മാത്രമേ ബാങ്കിലേക്കുള്ള വിതരണം തുടങ്ങുകയുള്ളൂ. നാളെയോടുകൂടി തന്നെ നമുക്ക് കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അതായത് ബാങ്ക് അക്കൗണ്ടിലല്ലാതെ കൈകളിൽ നമ്മുടെ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പണം നൽകുന്ന ആളുകൾക്ക് നാളെ മുതൽ തന്നെ തുക ലഭിച്ചു തുടങ്ങും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായിട്ട് 25 മുതൽ തന്നെ അതിനൊരു മാറ്റം ഉണ്ടാകില്ല. 25 മുതൽ തന്നെ അടുത്ത ഗഡു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള തുകയുടെ വിതരണം ആരംഭിക്കും. പല ആളുകളും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് പലരും ചോദിക്കുന്നുണ്ട്, ഈ 4000 രൂപ 2 മാസത്തുക, അതായത് വിഷുവിനോടനുബന്ധിച്ചുള്ള തുകയും മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷനും ഒരുമിച്ചല്ലേ കിട്ടുക എന്നുള്ളതാണ്. ഞാൻ മുൻപ് തന്നെ അത് വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ 2 ഗഡു തുക 5 ദിവസത്തെ അകലത്തിലായിരിക്കും ലഭിക്കുക. അതായത് നമുക്ക് ആദ്യത്തെ ഗഡു 25 ലഭിക്കുമ്പോൾ രണ്ടാമത്തെ ഗഡു 29 മുതൽ 31 തീയതികളിലൊക്കെ ആയിട്ട് ലഭ്യമാകും. ഇതിൽ അക്കൗണ്ടിലേക്ക് കയ്യിൽ ലഭിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു 30 തീയതിയൊക്കെ വരെ ആവുകയുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ഗഡുവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. വിഷുവിനോടനുബന്ധിച്ചുള്ള ഏപ്രിൽ പെൻഷൻ്റെ കാര്യമാണ് പറയുന്നത്. കൂടാതെ തന്നെ കൈകളിലേക്ക് വിഷു പെൻഷൻ കൈകളിലേക്ക് ലഭിക്കുന്ന ആളുകൾക്ക് അതൊരു 29 മുതൽ തന്നെ ലഭ്യമായി തുടങ്ങും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 ഗഡു തുക കൂടി, അതായത് 4000 രൂപ ഒരുമിച്ച് തന്നെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കിത് കണക്കൂട്ടാൻ പറ്റുള്ളൂ. കാരണം പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ്റെ വിതരണം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ പല ആളുകൾക്കും തുക 25 തീയതി വിതരണം ചെയ്താലും 28, 29 തീയതികളിലൊക്കെ ആയിട്ട് കിട്ടാറുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഈ ഒരു തുക ലഭ്യമാകുമ്പോൾ ഒരുപക്ഷെ അടുപ്പിച്ചടുപ്പിച്ച് ഇന്ന് ഒരു 2000 രൂപ കിട്ടുന്നു, നാളെ ഒരു 2000 രൂപ കിട്ടുന്നു എന്നുള്ള രീതിയിലായിരിക്കും ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക. കൂടാതെ തന്നെ ക്ഷേമ പെൻഷൻ തുക 3000 രൂപയാക്കി ഉയർത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ചായിരിക്കും ഇതിൽ മാറ്റം ഉണ്ടാകുക എന്നാണ് മുൻപ് ഭരിച്ചിരുന്ന സർക്കാർ, അതായത് കോൺഗ്രസ് സർക്കാരിൻ്റെ മുൻപ് ഭരിച്ചിരുന്ന സർക്കാരായിട്ടുള്ള കോൺഗ്രസിൻ്റെ പാർട്ടി പറയുന്നത് പെൻഷൻ തുക 3000 രൂപയൊക്കെ ഉയർത്തും ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു കാര്യം. ഉയർത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉയർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 3000 രൂപ പെൻഷൻ പറഞ്ഞിട്ട് 30 മാസത്തെ കുടിശ്ശിക ഇട്ടേച്ച് പോകരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മുൻപ് സമയങ്ങളിൽ 16 മാസം മുതൽ 18 മാസത്തെ വരെ പെൻഷൻ തുക വെറും 600 രൂപ ആയിരുന്നിട്ടും കുടിശ്ശിക ഇട്ടിട്ട് പോയ ഒരു സർക്കാർ മുൻപ് കേരളം ഭരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്.